എൻ്റെ പേര് ലില്ലി മാത്യു. ഞാൻ ഒഴക്കോടി, വയനാട് മാനന്തവാടി ഒഴക്കോടിയാണ് താമസിക്കുന്നത്. ഒരു 26 വർഷമായി ഞങ്ങൾ പശു വളർത്താനായിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഒരു 6 ഏക്കറോളം സ്വന്തമായി സ്ഥലമുണ്ട്. അതിൽ നല്ല തോട്ടമായിരുന്നു. കുരുമുളക്, കാപ്പി, കമുങ്ങ് എല്ലാം അടങ്ങുന്ന നല്ല തോട്ടമായിരുന്നു. നിർഭാഗ്യവശാൽ ഈ തോട്ടമെല്ലാം 1 വർഷം കൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു. അങ്ങനെ ദ്രുതവാട്ടം വന്ന കുരുമുളകും അതേപോലെ മഹാളി വന്ന് നമ്മുടെ കമുങ്ങും എല്ലാം ആദായം ഫുള്ളായിട്ട് നഷ്ടപ്പെട്ട ഒരവസ്ഥയായിരുന്നു. ആ സമയത്ത് എന്തെങ്കിലും വരുമാന മാർഗം കിട്ടാൻ എന്താണ് വഴി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പശു മെല്ലെ വളർത്തിയാലോ. വലിയ കാര്യമായിട്ടൊന്നും അതിനെ അറിയില്ല. ചെറിയ 2-3 പശുവൊക്കെ വളർത്തിയിട്ടുണ്ട്. എങ്കിലും ഒരു ഫാമായി ചെയ്യാനുള്ള ഒരു ആർജവമൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ഞങ്ങൾ തുടങ്ങി. എൻ്റെ ഹസ്ബൻഡ് പ്രൈവറ്റ് കോളേജ് അധ്യാപകനായിരുന്നു. കുഞ്ഞു മക്കളായിരുന്നു. പക്ഷേ തുടങ്ങി എന്താ പറയുക, ദൈവാനുഗ്രഹം എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിന് ഇറങ്ങിയ ശേഷം നമുക്കത് കൂടുതൽ അതിനെപ്പറ്റി പഠിക്കാനും പിന്നെ ഞങ്ങൾ ചെയ്ത എല്ലാ സമയങ്ങളിലും നമുക്ക് വലിയ കഷ്ടനഷ്ടമൊന്നും വന്നില്ല. ഓരോരോ നേട്ടങ്ങൾ അതിൽ നിന്ന് വരികയാണ് ചെയ്തത്. അതുകൊണ്ട് കൂടുതലത് പിന്നെ നമുക്കെന്തോ ഞങ്ങളെ ആരോ താങ്ങി നിർത്തുന്നത് പോലെയാണ് നമുക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. ആ ഒരു ഇതിൽ പിന്നെ ആണ് ചിന്തിച്ചത്. ഇത്രയും ഫാം വലുതായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് നമുക്ക് ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ. 1 വർഷത്തോളം നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്ന മറ്റു ഉൽപ്പന്നങ്ങളെക്കുറിച്ചും അത് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ ശേഷം ഒരു 50 ലിറ്റർ പാലിൽ തൈരാക്കിക്കൊണ്ടാണ് ഞങ്ങളിത് ആരംഭിച്ചത്. അവിടെ നമുക്ക് എടുത്തു പറയാൻ ദൈവാനുഗ്രഹം എന്ന് മാത്രമേ അതിൽ പറയാനുള്ളൂ. ഈ 50 ലിറ്റർ തൈര് എന്നുള്ളത് ആദ്യമേ നമ്മൾ ബിസിനസ് പോലും പഠിക്കാതെ ഇറങ്ങിയ ആളുകളാണ്. പക്ഷേ ചെയ്തു വന്നപ്പോൾ നമുക്കത് കൂടുതൽ ചെയ്യാനും ഞങ്ങളുടെ ഇന്നത്തെ ഫാമിലെ മുഴുവൻ പാലും മുഴുവൻ ഉൽപ്പന്നങ്ങളാക്കി വിൽക്കാനും നമുക്കിന്ന് കഴിയുന്നുണ്ട്. ആരോഗ്യവാന്മാരായ പശുക്കളിൽ നിന്ന് ആരോഗ്യകരമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലില്ലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റ ഏറ്റവും നല്ലതാകാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ ധാന്യങ്ങളും ഉൾപ്പെടുന്ന നല്ല പാൽ ലഭിക്കുന്ന, അവരുടെ ആരോഗ്യം, അവർക്ക് കൂടുതൽ പ്രതിരോധശേഷിയും ആയുസ്സും ലഭിക്കുന്ന രീതിയിലുള്ള തീറ്റയാണ് നമ്മൾ കൊടുക്കാറ്. എല്ലാ ധാന്യങ്ങളും ഉൾപ്പെടുന്ന രീതിയിൽ നമ്മൾ മുത്താർപ്പൊടി, ചോളം, കപ്പപ്പൊടി, തവിട്, ഗോതമ്പ് പൊടി, പിണ്ണാക്ക്, ഇത്തരത്തിൽ എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മുടെ നാട്ടിൽ വില കുറഞ്ഞ് സുലഭമായി ലഭിക്കുന്ന എല്ലാത്തരം ഉൽപ്പന്നങ്ങളും നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ നമ്മുടെ പശുക്കൾക്കും കൊടുക്കാറുണ്ട്. അത് യഥേഷ്ടം കൊടുക്കാറുണ്ട്. അതിൽ യാതൊരു രീതിയിലുള്ള കുറവും നമ്മൾ വരുത്താറില്ല. 2 നേരങ്ങളിലായിട്ടാണ് കൊടുക്കാറ്. ഒന്ന് രാവിലെ 3 മണിക്ക് കൊടുക്കും, അതേപോലെ തന്നെ വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി കൊടുക്കും. ഇത് കറവ സമയത്താണ്. നമ്മൾ ഏകദേശം 3 മണിയോട് കൂടി നമ്മൾ എല്ലാ ദിവസവും കുളിപ്പിക്കൽ ആരംഭിക്കും. പശുക്കളുടെ അകിടെല്ലാം വൃത്തിയാക്കി അതിന് ശേഷമാണ് നമ്മൾ കറവ ആരംഭിക്കുന്നത്. നമ്മൾ ഒരു ഗൺ ഉപയോഗിച്ചുകൊണ്ട് പശുക്കളെ വളരെ എളുപ്പത്തിൽ രാവിലെ കുളിപ്പിക്കും. അകിട് ഭാഗം നല്ല രീതിയിൽ കഴുകിക്കൊണ്ട് അവയെ നമ്മൾ തോർത്തുപയോഗിച്ച് വൃത്തിയാക്കി ശേഷമാണ് കറവ ആരംഭിക്കുന്നത്. കറവ ഫുൾ ഓട്ടോമാറ്റിക് സംവിധാനത്തിലാണ് കറക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ വൃത്തിയായ രീതിയിലുള്ള പാല് നമ്മുടെ ഫാമിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. ആ കറവയോടുകൂടി തന്നെ നമ്മൾ തീറ്റ കൊടുക്കലും ആരംഭിക്കുകയായി. ആദ്യം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാലിത്തീറ്റ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും തലേന്ന് തന്നെ വൈകുന്നേരത്തോടു കൂടി നമ്മൾ തീറ്റ മിക്സാക്കി വെക്കും. അതിൽ കുറച്ച് ഉപ്പും അതോടെ തന്നെ ദഹനത്തിന് സഹായിക്കുന്ന രീതിയിലുള്ള അപ്പക്കാരവും നമ്മൾ ഈ തീറ്റയിൽ ചേർക്കാറുണ്ട്. അതിൻ്റെ കൂടുതൽ നമുക്ക് തീറ്റ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ ദഹനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഈ അപ്പക്കാരം ചേർക്കുന്നതുകൊണ്ട് അത് പരിഹരിക്കപ്പെടും. അങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തീറ്റ രാവിലെ 3 മണിയോടുകൂടി കൊടുക്കും. അതിന് ശേഷം തൊട്ടു പുറകെ തന്നെ നമ്മൾ തലേ ദിവസം അരിഞ്ഞു വെച്ചിരിക്കുന്ന തീറ്റപ്പുല്ല് അതും ഇവർക്ക് കൊടുക്കും. അങ്ങനെ കറവ സമയത്ത് ഇത് കൊടുക്കുമ്പം അത് നമ്മുടെ കറവ കുറച്ച് എളുപ്പമാക്കും. കാരണം കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കാൻ അത് സഹായകരമാകും. നമ്മൾ കമ്പനി കാലിത്തീറ്റ ഒഴിവാക്കിക്കൊണ്ട് പരമാവധി നമ്മൾ തയ്യാറാക്കുന്ന രീതിയിലുള്ള കാലിത്തീറ്റകൾ നൽകലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് പശുക്കളുടെ ആരോഗ്യം എപ്പോഴും മികച്ചതാക്കാൻ സഹായിക്കും. അതുമാത്രമല്ല, സാമ്പത്തികമായി കൂടി നമുക്ക് ഒരു ലാഭം ഇതിൽ നിന്ന് കണ്ടെത്താനാകും. നമുക്ക് ഏകദേശം 12 ഏക്കറോളം വളരെ വിശാലമായ രീതിയിലുള്ള ഒരു പുൽകൃഷി നമ്മുടെ ലില്ലീസ് ഫാമിലുണ്ട്. വർഷം മുഴുവൻ നമുക്ക് ആവശ്യമായ പുല്ല് ഈ തോട്ടത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും.
സൂപ്പർ നേപ്പിയർ ഇനത്തിൽപ്പെട്ട പുൽകൃഷിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. മുൻപൊക്കെ CO2, CO3, CO4 ഇനത്തിൽപ്പെട്ട പുൽകൃഷിയൊക്കെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം പുതിയതായിട്ട് സൂപ്പർ നേപ്പിയർ ഇനത്തിൽപ്പെട്ടത് ചെയ്യുമ്പം അതിന് കൂടുതൽ വളർച്ചയും അതോടൊപ്പം തന്നെ മറ്റ് രോഗങ്ങളൊന്നും പിടിപെടാതെ വർഷം മുഴുവൻ എല്ലാ കാലത്തും ഒരേപോലെ നല്ല വളർച്ചയിൽ തീറ്റ ലഭിക്കാൻ സഹായിക്കും. എല്ലാ പ്രാവശ്യവും അരിഞ്ഞ് ഒരു 45 ദിവസം കൊണ്ട് തന്നെ അടുത്ത സെക്ഷൻ അരിയാൻ ആവുന്ന രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാ അരിയുന്ന ശേഷവും നമ്മൾ സ്ലെറി ഈ പുല്ലിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ക്രമീകരണം നമ്മുടെ തോട്ടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ബയോഗ്യാസ് പ്ലാന്റുകളുണ്ട് 2 എണ്ണം. അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഇത്തരം സ്ലെറി ചാണകം നമ്മുടെ അരിഞ്ഞതിന് ശേഷം കൈയോടെ തന്നെ നമ്മുടെ ഇതിൻ്റെ ചോട്ടിൽ ഒഴിക്കും. അതോടൊപ്പം തന്നെ ഇടക്കാലത്ത് കുറച്ച് രാസവളവും നമ്മൾ ഒരു വർഷത്തിൽ 1-2 പ്രാവശ്യവും ഇതിന് നൽകുന്നതാണ്. ആ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മൾ വർഷം മുഴുവൻ നല്ല രീതിയിലുള്ള ഉൽപ്പാദനം നമുക്ക് വേറെ പുറമെ നമ്മൾ തീറ്റപ്പുല്ലിന് വേണ്ടി ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല. അത് വളരെ ലാഭകരമാക്കി ഫാമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. നമ്മൾ കറവയോട് കൂടിയാണ് നമുക്ക് പശുക്കൾക്ക് തീറ്റയും പുല്ലും കൊടുക്കുന്നത്. രാവിലെ 3 മണിയോടുകൂടി നമ്മൾ ഈ കറവ ആരംഭിക്കും. അപ്പോൾ നമ്മൾ കറവ സമയത്ത് അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് പശുക്കൾക്ക് വളരെ സന്തോഷമാണ്, കൂടുതൽ പാലുണ്ടാവും. അത് നമ്മുടെ ജോലിയും കുറഞ്ഞ സമയം കൊണ്ട് തീരാനും ഇത് സഹായിക്കും. ശേഷം വൈകുന്നേരം നമ്മളൊരു 4 മണിയോടുകൂടി അടുത്ത രണ്ടാമത്തെ വൈകുന്നേരത്തെ കറവ ആരംഭിക്കും. ആ സമയത്ത് ഇതുപോലെ തന്നെ നമ്മൾ കുളിപ്പിച്ച് അതിൻ്റെ അകിടെല്ലാം വൃത്തിയാക്കി തൊട്ടുപുറകെ തന്നെ നമ്മൾ ഈ രാവിലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാലത്തീറ്റ മിശ്രിതം കൊടുക്കും. തൊട്ടുപുറകെ പുല്ലും കൊടുക്കും. അങ്ങനെ 2 നേരങ്ങളിലായിട്ട് പണി വളരെ ക്രമീകരിച്ചുകൊണ്ട് പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ ജോലിക്കാർക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നമ്മുടെ ഫാമിൽ ഉണ്ടാവില്ല. രാവിലത്തെ രാവിലെ 3 മണിക്ക് തുടങ്ങി ഒരു 7 മണി 8 മണിയോടുകൂടി ജോലി അവസാനിപ്പിച്ച് ശേഷം വൈകുന്നേരം 3 മണി വരെ അവർക്ക് വിശ്രമിക്കാനുള്ള അവസരമാണ്. ശേഷം ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവർക്ക് ജോലി പൂർത്തിയാക്കാനും സഹായിക്കും. നമ്മൾ ഇതിൻ്റെ പാലിൻ്റെ പ്രോസസ്സിങ് തുടങ്ങുന്നത് ഫസ്റ്റിലെ നമ്മൾ ഈ ടാങ്കിലേക്ക് പാൽ കൊണ്ടുവന്ന് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവിടുന്ന് ഒരു pH വഴി ഒരു 50 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചൂടായിട്ട് നമ്മൾ ക്രീം സെപ്പറേറ്റർ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ക്രീം എടുക്കാം. അപ്പോൾ മോര് റെഡിയാക്കുന്നതിന് ഫുള്ളായിട്ടും ക്രീം മാറ്റിയിട്ടാണ് നമ്മൾ മോര് റെഡിയാക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഒരു ഭാഗം ക്രീമും കിട്ടും, നമുക്ക് ഒരു ഭാഗം മോരും കിട്ടും. അതിനുശേഷം നമ്മൾ വേറൊരു ടാങ്കുണ്ട്. ആ ടാങ്കിലേക്ക് നമ്മൾ മോരിൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പാല് ആ ടാങ്കിൽ ഒഴിച്ചിട്ട് പാല് പിന്നെ പോകുന്നത് പാസ്ചറൈസേഷൻ യൂണിറ്റിലേക്കാണ്. ആ യൂണിറ്റിൽ നിന്ന് ഫസ്റ്റ് നമ്മൾ പിന്നെ ഒരു ബാലൻസ് ടാങ്കുണ്ട്, അതിലേക്ക് പാല് കയറ്റും. നെക്സ്റ്റ് പാസ്ചറൈസേഷൻ യൂണിറ്റിലേക്ക് പോകും. അവിടുന്ന് ഒരു 70 ഡിഗ്രി ചൂടായി കഴിയുമ്പോൾ ഹോമോജനൈസറിലേക്ക് പാല് വരും. അവിടെ ഹോമോജനൈസർ അതിൻ്റെ പ്രക്രിയ ഫുള്ള് പൂർത്തിയായി. അത് എന്താണെന്ന് വെച്ചാൽ പാലിൻ്റെ കണികകൾ പ്രസ് ചെയ്തിട്ട് പ്രഷർ കൊണ്ട് പാല് പ്രസ് ചെയ്ത് അതിൻ്റെ ഫാറ്റിൻ്റെ കണികകളൊക്കെ എല്ലായിടത്തും മിക്സായിട്ട് പിന്നെ പാലിന് ഒരിക്കലും മേളിൽ പാട കിട്ടില്ല, നല്ല കട്ടി ഉണ്ടാവും. അതേപോലെ ടേസ്റ്റും കൂടും. എന്നുവെച്ചാൽ ഇതിൻ്റെ ഫാറ്റിൻ്റെ കണികകൾ പാലിൻ്റെ തൈരാണെങ്കിലും അതുകൊണ്ട് എന്ത് ചെയ്താലും എല്ലാ ഭാഗത്തേക്കും അതൊന്നുപോലെ വരുന്നത് കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റും പാലിന് നല്ല കട്ടിയും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഹോമോജനൈസ് ചെയ്യണത്. ഹോമോജനൈസ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പാസ്ചറൈസേഷൻ യൂണിറ്റിലേക്ക് അത് റിട്ടേൺ പോയി അത് 90 ഡിഗ്രി ചൂടായ ശേഷം പിന്നെ 5 മിനിറ്റ് ഹോൾഡിംഗ് ടൈമും കൂടെ കിട്ടിയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. പുറത്ത് വരുന്ന പാല് നമ്മൾ നേരെ ടാങ്കുകളിൽ ശേഖരിച്ചിട്ട് അതിൽ ഉറയിട്ട് മിക്സാക്കി നമ്മൾ തൈരായിട്ടും മോരായിട്ടും പിന്നെ പാല് തന്നെ ഹോമോജനൈസേഷൻ കഴിഞ്ഞ് BMCയിലേക്ക് വീണിട്ട് അവിടുന്ന് കൂളിംഗ് ആക്കി 1 മണിക്കൂർ കൊണ്ട് പാല് പാക്കറ്റായിട്ടും പിന്നെ സിപ്പപ്പ് അങ്ങനെ ഒരു 13ഓളം ഐറ്റം സാധനം ഇവിടുന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും പാല് പ്രോസസ്സ് ചെയ്യുന്ന ഘടകം ആദ്യമേ ചെയ്തു വെച്ചിട്ട് അതിൽ നിന്നാണ് പിന്നെ ഓരോരോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ചെയ്യുന്നത് മെയിനായിട്ട് 2 തരം തൈരാണ്. ഒന്ന് പുളിയുള്ള തൈരും പുളി കുറഞ്ഞ തൈരും. പുളി കുറഞ്ഞ തൈരെന്ന് ഉദ്ദേശിക്കുന്നത് കൾച്ചർ ഉറ ചേർത്തുണ്ടാക്കുന്നതാണ്. അത് ഡയറക്റ്റ് കൂട്ടാൻ കഴിക്കാൻ പറ്റും. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ലസ്സി അടിക്കാൻ.
അതേപോലെ സടലാസ്, പിന്നെ അങ്ങനെയുള്ള എല്ലാ ഐറ്റത്തിനും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് പുളി കുറഞ്ഞ തൈര്. പിന്നെ രണ്ടാമത് പുളിയുള്ള തൈര്, അത് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല അതിൻ്റെ ടേസ്റ്റിലുള്ള കറി ഉണ്ടാക്കുന്ന നാടൻ ഉറ ചേർത്തിട്ടുള്ള തൈരാണ്. അത് പാക്കറ്റിലും ബോട്ടിലും ഇറക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ കേട് ഈ ആഴ്ച തൊട്ട് ഞങ്ങൾ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കുറച്ചും കൂടെ പുളി കുറഞ്ഞ് കുറച്ചും കൂടെ ടേസ്റ്റിൽ വരുന്ന കട്ടി കൂടിയ ഒരു തൈരാണ് അത് വരുന്നത്. പിന്നെ കട്ടി മോരാണ് കൊടുക്കുന്നത്. ഫാറ്റ് മുഴുവനായി മാറ്റിയ ശേഷം ഉറയൊഴിച്ച് തൈരാക്കിയിട്ട് അത് അടിച്ച് ലൂസാക്കി കട്ടി മോരായിട്ട് ബോട്ടിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ പിന്നെ സിപ്പപ്പ്, പനീർ, ഗുലാം ജാം, പേട, ബർഫി, അങ്ങനെ ഗീ ലഡു, അങ്ങനെയുള്ള കുറച്ച് സ്വീറ്റ്സ് ഐറ്റം ഉണ്ട്. പിന്നെ ലസ്സി, യോഗട്ട് അത് ചെയ്യുന്നുണ്ട്. പിന്നെ ബട്ടർ, വെണ്ണയായിട്ട് നാടൻ വെണ്ണ എന്ന് പറഞ്ഞ് ബോട്ടിലിൽ കൊടുക്കുന്നുണ്ട്. അത് കുറച്ചും കൂടെ കട്ടിയാക്കിക്കൊണ്ട് നമ്മൾ പേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നെയ്യ് നമ്മൾ വിദേശത്തേക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ ആമസോണിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തേക്കും നെയ്യ് കൊടുക്കുന്നുണ്ട്. നെയ്യ് കംപ്ലൈൻ്റ് ആവുക, കേടായി പോകില്ലല്ലോ. കൂളിങ്ങിൽ വെക്കണമെന്ന് നിർബന്ധമില്ലാത്തതുകൊണ്ട് അത് കൂടുതലായിട്ട് നമുക്ക് ഓർഡർ അനുസരിച്ച് കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഷോപ്പുകളിൽ വളരെ കുറഞ്ഞതേ കൊടുക്കുന്നുള്ളൂ. അല്ലാതെ നമ്മുടെ മരുന്നിൻ്റെ ആവശ്യങ്ങൾക്കും അങ്ങനെയൊക്കെയുള്ള കൂടുതൽ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് അങ്ങനെയൊക്കെയുള്ളതാണ് ഇവിടുന്ന് കൂടുതലായിട്ട് പോകുന്നത്. കാരണം നമ്മളുണ്ടാക്കുന്ന നെയ്യ് എന്ന് പറയുന്നത് നാടൻ നെയ്യാണ്. വെണ്ണ കടഞ്ഞ് കഴുകിയെടുത്ത് അത് ഉരുളിയിൽ സാവകാശം ഉരുക്കിയെടുക്കുന്ന നാടൻ നെയ്യാണ്. പിന്നെ അതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ പശുവിൻ പാലിൽ നിന്നാണ് നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് 100ഓളം പശുവും അതിൻ്റെ കിടാരികളുമാണല്ലോ ഒക്കെ ഉള്ളത്. അപ്പോൾ ആ പശുവിൻ്റെ മാത്രം പാൽ ഉപയോഗിച്ചിട്ടാണ് നെയ്യ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പശുവിൻ നെയ്യെന്ന് ധൈര്യമായിട്ട് പറഞ്ഞ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഉപയോഗിക്കുന്നവരും ആഗ്രഹിക്കുന്നത് പശുവിൻ നെയ്യാണെങ്കിൽ അത് തന്നെ കിട്ടുകയും ചെയ്യും. ഇപ്പം നല്ലത് കൊച്ചുകുട്ടികൾക്ക് എല്ലാവർക്കും കഴിക്കാൻ നല്ലത് പശുവിൻ നെയ്യാണ്. അപ്പം അങ്ങനെ കൂടുതലായിട്ട് ഇവിടുന്ന് അങ്ങനെയാണ് നെയ്യൊക്കെ പോകുന്നത്. സാമാന്യം മോശമില്ലാത്ത വിലയും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിൻ്റെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻക്യുബേഷൻ റൂമിൽ വെച്ചിട്ടാണ് തൈരൊക്കെ സെറ്റാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നല്ല കട്ടയായിരിക്കും. തൈര് രാവിലെ ഇപ്പോൾ പാല് ഉറ ചേർത്ത് നമ്മൾ റൂമിൽ വെച്ചാൽ വൈകുന്നേരം ഒരു 5 മണിക്കൂർ 4.5 മണിക്കൂറിലാണ് പുളിയില്ലാത്ത തൈര് പുറത്തെടുക്കുക. 8 മണിക്കൂറിലാണ് പുളിയുള്ള തൈര് പുറത്തെടുക്കുക. അപ്പോൾ നല്ല കട്ടയായിരിക്കും. ഒട്ടും വെള്ളമൊന്നുമില്ലാതെ നല്ല കട്ടയായ തൈര് കിട്ടും. അത് പിന്നെ ഒരു ദിവസം കൂളിങ് ചെയ്ത ശേഷമാണ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. അങ്ങനെ ഇറക്കുന്ന ആ തൈര് പിന്നെ അവർ കൂളിങ്ങിൽ തന്നെ സൂക്ഷിച്ച് മാർക്കറ്റിൽ വിൽക്കുകയാണെങ്കിൽ 10 ദിവസം കേടാകാതെ കൊടുക്കാൻ കഴിയും. പുറത്താണ് വയ്ക്കുന്നതെങ്കിൽ ഒരു 3 ദിവസമൊക്കെ ലൈഫ് കിട്ടത്തുള്ളൂ. തൈരായതുകൊണ്ട് ഒരു പ്രിസർവേറ്റീവ്സും നമ്മളിതിൽ ചേർക്കാറില്ല. ഒരു ഐറ്റത്തിനും ചേർക്കാറില്ല. ഡയറക്റ്റ് പാലിൽ നിന്ന് മാത്രം ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും സാധനങ്ങളുമാണ് നമ്മൾ വിപണനം ചെയ്യുന്നത്. അതും നമ്മുടെ പശുവിൻ്റെ പാല്. അത് ഞങ്ങൾ അതേപോലെ ഈ ഉൽപ്പന്നം ഉണ്ടാക്കാൻ തുടങ്ങിയ ശേഷമാണ് നമ്മൾ പശുവിൻ്റെ പാലിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നത്. കാരണം നല്ല ഭക്ഷണം കൊടുത്ത് നല്ലപോലെ പുല്ലും തീറ്റയും കൊടുത്ത് കറക്കുന്ന പാലിൻ്റെ നെയ്ക്ക് നല്ല നിറവും മണവും ഗുണവും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് നമ്മളിത് കുറച്ചും കൂടി ശ്രദ്ധിച്ചത്. നമ്മൾ രോഗം പിടിച്ച പശുവിൻ്റെയോ അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്ത പശുവിൻ്റെ പാലിനൊന്നും നെയ്യ് കിട്ടത്തില്ല. അതേപോലെ ആ പാലിന് ടേസ്റ്റ് ഉണ്ടാവില്ല. തൈരുണ്ടാക്കിയാൽ വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ നല്ല ആരോഗ്യത്തോടെയുള്ള പശുക്കളും രോഗമില്ലാതെ പെട്ടെന്ന് രോഗം വന്നാൽ തന്നെ ഞങ്ങൾ ഭൂരിഭാഗവും നമ്മൾ ആയുർവേദ മരുന്നുകളൊക്കെയാണ് അതിന് ഉപയോഗിക്കുന്നത്, പശുക്കൾക്ക് ഉപയോഗിക്കുന്നത്. ഭൂരിഭാഗം ഉപയോഗിക്കുന്നത് അതാണ്. അപ്പോൾ അങ്ങനെ ആയുർവേദ മരുന്നുകളൊക്കെ കൊടുത്തിട്ട് രോഗം വരുമ്പം തന്നെ മാറ്റുക എന്നുള്ള ഒരു 26 വർഷത്തോളമായി ഈ മേഖലയിൽ നമ്മൾ വന്നിട്ട് അത് പശുവിൻ്റെ കൂടെ തന്നെ ജീവിക്കുന്ന ഒരു പ്രകൃതമായതുകൊണ്ട് എന്ത് വന്നാലും പെട്ടെന്ന് മനസ്സിലാകും. പെട്ടെന്ന് തന്നെ നമ്മളതിനെ ട്രീറ്റ് ചെയ്യും. അങ്ങനെ മാറ്റിയെടുത്ത് നല്ല രീതിയിൽ നമ്മളത് പെർഫെക്റ്റാക്കി നല്ല ശുദ്ധിയായ പാൽ ആദ്യം ഉണ്ടാക്കിയെടുത്ത് അതിന് ശേഷമാണ് നമ്മൾ പിന്നെ അതിൽ നിന്ന് പ്രൊഡക്റ്റ് ആക്കി എടുക്കുന്നത്. അത് ഈ ഉൽപ്പന്ന രംഗത്തേക്ക് വന്നപ്പോഴാണ് നമ്മൾ കൂടുതൽ ആഴത്തിൽ അത് പഠിച്ചത്. ഇപ്പോൾ നമ്മൾ വളരെ പെർഫെക്റ്റായിട്ടാണ് പശുവിനെ നോക്കുന്നത് തൊട്ട് അതിനെ സംരക്ഷിക്കുന്നത് തൊട്ട് ഈ പ്രൊഡക്റ്റ് പുറത്തിറങ്ങുന്നത് വരെ നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല പാൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത നല്ല രീതിയിലുള്ള നെയ്യും അതുപോലെ നല്ല ടേസ്റ്റുള്ള തൈരും ഒക്കെ നമുക്ക് പുറത്തിറക്കാനും പറ്റും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ മെഷീനിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ട്
ഒരു കാരണവശാലും നമ്മൾ കൈകൊണ്ട് തൊടേണ്ട ആവശ്യമില്ല. ഇത് ഞങ്ങൾ പാക്കറ്റ് അടിക്കുന്ന പാക്കറ്റ് തൈര്, പുളിയുള്ള കറി വെക്കാൻ പറ്റുന്ന, കറി കേടെന്നാണ് ഇതിൻ്റെ പേര്, കറിത്തൈര്. ഇത് ഇറക്കുന്നുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ പാലാണ്, ലില്ലീസ് പശുവിൻ പാല്. പശുവിൻ്റെ തന്നെ പാല്, ഒന്നും ചേർക്കുന്നുമില്ല, ഒന്നും എടുക്കുന്നുമില്ല. കറക്കുന്ന വടിയെ ആ പാൽ അങ്ങനെ തന്നെ കൊണ്ടുപോയി ഹോമോജനൈസ് ചെയ്ത് പാസ്ചറൈസ് ചെയ്ത് കൂളിംഗ് ആക്കി പാക്കറ്റ് അടിച്ചിട്ട് അപ്പോൾ തന്നെ ഏതാണ്ട് 5-6 മണിയാകുമ്പോൾ കിട്ടുന്ന പാല് ഞങ്ങൾ അപ്പോൾ തന്നെ പ്രോസസ്സ് ചെയ്ത് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ പാക്കറ്റ് ആക്കിയിട്ട് പുറത്ത് വരും. അതാണ് പശുവിൻ പാല്. ഇത് ഒരു 3 ദിവസം വരെ ലൈഫ് കൊടുക്കുന്നുണ്ട്, പക്ഷേ 2 ദിവസമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. പിന്നെ ഇതാണ് നമ്മളുടെ പുളി കുറഞ്ഞ കട്ടത്തൈര്. ഇതിൽ കൾച്ചർ ഉറ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്, പക്ഷേ ഇത് കുട്ടികൾക്കെല്ലാം ഏറ്റവും പെർഫെക്റ്റാണ്. എല്ലാവർക്കും നല്ലതാണ്, ദഹനത്തിനും. അതേപോലെ വെറുതെ ഡയറക്റ്റ് പഞ്ചസാര ഇട്ട് മക്കളൊക്കെ കഴിക്കും. പിന്നെ ലസ്സി അടിക്കാം, അതേപോലെ ഡയറക്റ്റ് ചോറിൽ കഴിക്കാം. ഇനി പുളി കുറഞ്ഞ കറിയാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ പുളി കുറഞ്ഞ കറി ഉണ്ടാക്കാനും പറ്റും. അങ്ങനെ തീരെ പുളി കുറഞ്ഞ തൈരാണ് ഇത്. ഇത് നമ്മുടെ പുളിയുള്ള കട്ടത്തൈര്. ഇത് ഈ ബോട്ടിൽ ഉണ്ടാക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഉറയൊഴിക്കുമല്ലോ. നമ്മൾ ഈ ആശയം വന്നത് അങ്ങനെയാണ്. നമ്മുടെ വീട്ടിൽ പിന്നെ ഭരണിയിലൊക്കെ ഉറയൊഴിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഈ ബോട്ടിൽ കൊണ്ടുപോകുന്നവർക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളത് അടച്ച് ഫ്രിഡ്ജിൽ താഴെ കുറച്ച് കൂളിംഗ് ഉള്ള ഭാഗത്തേക്ക് വെച്ചാൽ ഒരു 4 ഡിഗ്രി തണുപ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്നും കംപ്ലൈൻ്റ് ആകില്ല. അപ്പോൾ അങ്ങനെ സേഫായിട്ട് വെക്കുകയും ചെയ്യാം, അവർക്ക് വേണ്ടുന്നത് എടുത്ത് കഴിക്കുകയും ചെയ്യാം. കറി വെക്കാൻ പറ്റുന്ന നല്ല പുളിയുള്ള തൈരാണിത്. പിന്നെ ഇതിൻ്റെ ഈ ബോട്ടിൽ കുറച്ചും കൂടി നല്ല ചില്ല് ബോട്ടിലൊക്കെ ആക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ആളുകൾക്ക് ഒരുപാട് വില തന്ന് വാങ്ങാനുള്ള ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെ ഇറക്കാൻ വെച്ചത്. ഇത് ഒരു ടൈം മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ രൂപത്തിലേക്ക് ഇറക്കിയത്. അങ്ങനെ ബോട്ടിലിൻ്റെ ആശയം അങ്ങനെയാണ് വന്നത്. അതിനിപ്പോൾ ഇത് നല്ല കൂടുതലായിട്ട് ഇത് 2 തൈരും ഒരു കടയിൽ പകുതിയാണ് വെച്ച് കൊടുക്കുന്നത്. 10 ഇത് വെച്ചാൽ 10 മറ്റേ തൈരും പോകും. ആ രീതിയിലാണ് ഇതിപ്പോൾ ചിലവായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. പിന്നെ കട്ടിമോര്. ഇത് കട്ടിമോര്. ഇത് ലേബൽ വെച്ചില്ല, രാവിലെ ഇപ്പോൾ ആക്കി വെച്ചതാണ്, ഇപ്പോൾ ലേബൽ വെക്കണം. ഇതാണ് നമ്മുടെ കട്ടിമോര്. 1/2 ലിറ്റർ ബോട്ടിലിൽ ഫുള്ളായും ഇതിൻ്റെ ഫാറ്റ്, ഇതിൽ നിന്നാണ് കൂടുതൽ നെയ്യ് കിട്ടുന്നത് നമുക്ക്. ഇതിൻ്റെ ഫാറ്റ് മുഴുവനും മാറ്റും. എന്നിട്ട് മോര് ഉടച്ച് നല്ലപോലെ അടിച്ച് എടുക്കുന്ന മോരാണ് കട്ടിമോര്. ഇത് ലേബലും കൂടെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ആക്കി വന്നതേ ഉള്ളൂ. ഇതാണ് നമ്മളുണ്ടാക്കുന്ന നെയ്യിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ്. ഈ രൂപത്തിലേക്ക് ഇത് വരുമ്പോൾ നമ്മൾ നെയ്യ് ഇപ്പോൾ വെണ്ണ കടഞ്ഞ് നെയ്യ് ഉരുകാൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പെർഫെക്റ്റ് മൂപ്പായിരിക്കണം. അതായത് കറക്റ്റ് മൂപ്പിൽ നമ്മളിത് എടുത്താലാണ് നമുക്ക് ഈ കളറ് കിട്ടുക. അല്പം കുറഞ്ഞു പോയാലോ കൂടിപ്പോയാലോ അതിൻ്റെ ടേസ്റ്റോ മണോ ഒന്നും കിട്ടത്തില്ല. അപ്പം പിന്നെ നല്ല പാലിൻ്റെ നെയ്യും ആയിരിക്കണം. നല്ല പാലെന്ന് വെച്ചാൽ ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചിരിക്കും ഈ നെയ്യിൻ്റെ നിറം പോലും. അപ്പോൾ ആ നല്ല ഭക്ഷണം കൊടുത്ത് നല്ല പാലിൽ നിന്ന് എടുക്കുന്ന വെണ്ണയിൽ നിന്ന് എടുക്കുന്ന നെയ്യാണെങ്കിൽ ആ നെയ്യ്ക്ക് പ്രത്യേക നിറം ഉണ്ടാകും. അതിൻ്റെ മണത്തിനും ഗുണത്തിനും ഒക്കെ വ്യത്യാസം ഉണ്ടാകും. അത് ഈ പ്രൊഡക്റ്റ് തുടങ്ങിയ ശേഷം മാത്രം മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. നെയ്യ് നമുക്കൊട്ടും സ്റ്റോക്ക് വെക്കാതെ അന്നൊന്നുണ്ടാക്കുന്ന നെയ്യ് അന്നു തന്നെ പോകും. ഒരുപാട് നെയ്യൊന്നും ഉണ്ടാക്കുന്നില്ല. പാലിൻ്റെ ഈ മോരിൽ നിന്ന് കൂടുതൽ നെയ്യ് എടുക്കാൻ കിട്ടുന്നുള്ളൂ. മറ്റുള്ളതൊക്കെ അധികം നമ്മൾ എടുക്കത്തില്ല തൈരിനൊന്നും. തൈര് ടേസ്റ്റായിട്ട് തന്നെ കൊടുക്കാനാണ് നോക്കുന്നത്. അപ്പോൾ എന്നാലും ഉള്ള നെയ്യ് സാമാന്യം നല്ല വിലയ്ക്ക് തന്നെ ഡെയിലി നമുക്ക് ഇവിടെ നിന്ന് വിറ്റൊഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാങ്ങുന്ന ആളുകൾ തന്നെയാണ് എപ്പോഴും വാങ്ങുന്നത്. പിന്നെ പുതിയൊരാൾ ഞങ്ങളുടെ ഈ നെയ്യ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും
പിന്നെ ഈ നെയ്യ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയുന്നതെല്ലാം ഓർഡർ കൊടുക്കാനില്ല. ഇപ്പോൾ ഓർഡർ ഒരുപാട് പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട്. എന്നാലും ചോദിക്കുന്ന അത്യാവശ്യം കുറച്ചെങ്കിലും ചോദിക്കുന്നവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഇന്നലെയൊക്കെ ഒരുപാട് നെയ്യ് ചോദിച്ച ആളുകളൊക്കെ ഉണ്ടായിരുന്നു, ഓണത്തോടനുബന്ധിച്ചൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊടുക്കുന്നുണ്ട്, പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. നെയ്യ് കഴിക്കുന്നത് ധൈര്യമായിട്ട്, ഈ നെയ്യ് കഴിക്കുന്നവർക്ക് ധൈര്യമായിട്ട് പിള്ളേർക്കാണെങ്കിലും ഗർഭിണികൾക്കാണെങ്കിലും ഇനി ആർക്ക് പ്രായമുള്ളവർക്കാണെങ്കിലും ഒരു മരുന്നായിട്ടാണെങ്കിലും ധൈര്യമായിട്ട് കഴിക്കാം എന്നുള്ളതാണ് ഏറ്റവും പെർഫെക്റ്റ്. വന്ന് കണ്ട് നമ്മൾ നെയ്യ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് കൊണ്ടുപോകാനുള്ള അവസരം പോലും ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരെയും കാണിക്കാറുണ്ട്. പാല് കറക്കുന്നത് തൊട്ട് അത് പ്രോസസ്സ് ചെയ്ത് തൈരാക്കുന്നത്, നെയ്യ് ഉണ്ടാക്കുന്നതൊക്കെ വരുന്ന എല്ലാവരെയും കാണിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി, താല്പര്യമുള്ളവർക്ക് ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള ഒരവസരം കൂടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവിടെ. ഇത് ബട്ടറാണ്. പിന്നെ നെയ്യ് ഉണ്ടാക്കുന്നതിന് മുൻപ് നമ്മൾ ചെയ്യുന്ന വെണ്ണയാണ്. പക്ഷേ ഈ ബട്ടർ എടുക്കുമ്പോൾ ലേശം കൂടെ പുളിപ്പിക്കാതെ, നെയ്ക്ക് നമ്മൾ തൈര് ഉറയൊഴിച്ച് പുളിപ്പിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇത് അധികം പുളിപ്പിക്കാതെ തന്നെ ബട്ടർ കടഞ്ഞെടുത്ത് കഴുകി പേക്ക് ചെയ്യുന്ന നാടൻ വെണ്ണ തന്നെ പേക്ക് ചെയ്യുന്നതാണ് ബട്ടറായിട്ട് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരൈറ്റമാണ് പനീർ. ഇത് പാല് പിരിച്ചിട്ടാണ്, പാല് നമ്മൾ നാരങ്ങ ഉപയോഗിക്കും, സിട്രിക് ആസിഡ് ഉപയോഗിക്കും, പിരിക്കും. പാല് ചൂടാക്കി പിരിച്ച് അതിൻ്റെ കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കി എടുക്കുന്നതാണ് പനീർ. അത് പ്രസ് ചെയ്യുന്ന ഒരു മെഷീനുണ്ട്, അതിൽ വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ പോയി പിന്നെ നമുക്ക് വേഗം അത് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇതിനും ആളുകൾക്ക് ടേസ്റ്റ് ഇഷ്ടമായി വന്ന ആളുകൾ പിന്നെ ഇത് തന്നെ മേടിക്കും. വളരെ ഇത് കൊണ്ടുപോയി ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇത് തന്നെ മതി. അങ്ങനെ സ്ഥിരമായി കൊണ്ടുപോകുന്ന, ഞങ്ങളിത് ഉണ്ടാക്കാൻ തുടങ്ങി അന്ന് തൊട്ട് സ്ഥിരമായി കൊണ്ടുപോകുന്ന ആളുകൾ ഞങ്ങളുടെ കസ്റ്റമർ ഇപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ഇത്. പിന്നെ നമ്മൾ ആഴ്ചയിൽ 2-3 ദിവസം മാത്രമേ ഇത് ഉണ്ടാക്കത്തുള്ളൂ. ആകുന്ന ദിവസം ഉണ്ടാക്കി ഫ്രീസിൽ വെക്കും. ഒരാഴ്ചയ്ക്ക് 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസമാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് വേറൊരു ഐറ്റമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്, സിപ്പപ്പ്, മിൽക്ക് സിപ്പപ്പ്. പശുവിൻ്റെ പാല് തന്നെ ഹോമജനൈസ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് പഞ്ചസാരയും അതിൻ്റെ ഫ്ലേവറും ഒക്കെ ആക്കി ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ സീസണബിളാണ്. പക്ഷേ ഇപ്പോൾ ഈ മാസം തൊട്ട് ഇത് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ നമുക്ക് ചിലവാകുന്ന ഒരു സാധനമാണ് സിപ്പപ്പ്. പിന്നെ ഇത് കഴിക്കാനും ഞങ്ങൾ തന്നെ ഓരോ ദിവസം ഓരോ പാക്കറ്റ് കഴിക്കുന്നതാണ്. ഞങ്ങൾ ഇവിടെയുള്ള ജോലിക്കാരെല്ലാവരും കൂടെ കൂടിയിട്ട് കഴിക്കുന്ന വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണിത്, മിൽക്ക് സിപ്പപ്പ്. സ്വീറ്റ്സ് ഐറ്റം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഗുലാം ജാമുൻ. ഈ ജാമുൻ ഇങ്ങനെ ചെറിയ ചെറിയ ബോക്സുകളിലാക്കിയിട്ടാണ് കൊടുക്കുന്നത്. 3 എണ്ണം കൊള്ളുന്ന ഒരു ബോക്സ് ആക്കി നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ പിന്നെ ഗീ കൂടുതലായി ചേർത്തുകൊണ്ട് നമ്മളുണ്ടാക്കുന്ന ലഡു, ഗീ ലഡു, ബർഫി, പേട നമ്മൾ ഇവിടുന്ന് ആഴ്ചയിൽ 5 ദിവസം പേട ഉണ്ടാക്കാറുണ്ട്. അത്രയ്ക്കും ചിലവുണ്ട് ഇപ്പോൾ പേടയ്ക്ക്. നമ്മുടെ പേട എല്ലാവർക്കും ഇഷ്ടമാണ്. അതേപോലെ ഇത് ആഴ്ചയ്ക്ക് 4 ദിവസം ഇതുണ്ടാക്കാറുണ്ട്. ലഡു ആഴ്ചയിൽ 3 ദിവസം ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്വീറ്റ്സ് ഐറ്റം ഞങ്ങൾക്ക് 3 ഷോപ്പുണ്ട്. ഞങ്ങളുടെ മാത്രം ലില്ലീസിൻ്റെ ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കാനായിട്ട് 3 ഷോപ്പുണ്ട്. ആ ഷോപ്പിലാണ് കൂടുതലായിട്ടും ഈ നമ്മുടെ ഇങ്ങനെയുള്ള സ്വീറ്റ്സ് ഐറ്റമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ബൾക്കായിട്ട് ക്യാനിൽ തൈര് ഫങ്ഷന് വേണ്ടിയിട്ട്, കല്യാണ ഓർഡറുകൾക്കൊക്കെ ആയിട്ട് വീട്ടിൽ കൂടുതൽ 20 ലിറ്ററോ 30 ലിറ്ററോ അങ്ങനെ തൈര് ആവശ്യക്കാർക്ക് നമ്മൾ ഷോപ്പിൽ ക്യാനിൽ വെച്ചിട്ട്
കൊടുക്കാറുണ്ട്. ഡെയിലി നമ്മൾ ഉണ്ടാക്കി കൂളിംഗ് ആക്കി ഡെയിലി കൊണ്ടുപോകുന്ന തൈരാണ് അവിടെ ഡെയിലി ഓരോ ദിവസവും കൊടുക്കാറുണ്ട്. അതേപോലെ നമ്മുടേതായ മാത്രം പ്രൊഡക്റ്റുകൾ വിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും നമുക്ക് ജോലി കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങളുടെ 3 ഷോപ്പിലും ഓരോ ഫാമിലി ഭാര്യയും ഭർത്താവും അടങ്ങുന്ന കുടുംബം നിന്നിട്ടാണ് ജോലി ചെയ്യുന്നത്. അതേപോലെ ഞങ്ങളുടെ ഫാമിൽ പശു വളർത്തുന്ന ഫാമിൽ 3 ഫാമിലിയാണ് ഉള്ളത്. ഭാര്യയും ഭർത്താവും അവരുടെ കുട്ടികളും അടങ്ങുന്ന ഫാമിലികളാണ് ജോലി ചെയ്യുന്നത്. അതേപോലെ ഞങ്ങളുടെ പ്ലാന്റിൽ ഇപ്പോൾ ഈ പ്രൊഡക്റ്റൊക്കെ നിർമ്മിക്കുന്ന ഇവിടെ ഒരു ഫാമിലിയും 2 സിംഗിൾ ആളുകളും ആണ് ജോലി ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സാധനങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 5 വണ്ടിയിലാണ് ഞങ്ങൾ സാധനങ്ങൾ കൊടുക്കുന്നത്. അത് 4 വണ്ടിയും നമ്മുടെ സ്വന്തം കൊണ്ടുപോകുന്ന വണ്ടിയാണ്. അതിലാൾ വന്നിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടിയ ഒരു 10-22 കുടുംബങ്ങൾ ഈ ഒരു മേഖല കൊണ്ട് കഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. അവർക്ക് ജോലി കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടല്ലോ, അതാണ് വേറൊരു സന്തോഷമുള്ള കാര്യം. പിന്നെ ഏറ്റവും കൂടുതൽ മറ്റൊന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ശുദ്ധമായ ഉൽപ്പന്നം നമ്മൾ എത്ര ശ്രദ്ധയോടെ ചെയ്യുന്ന ആ ഉൽപ്പന്നം ആളുകൾക്ക് സംതൃപ്തിയോടെ കൊടുക്കാൻ കഴിയുന്നു. നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കൂടി അത് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു സന്തോഷം തരുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഈ മേഖലയിലേക്ക് 26 വർഷമായി ഞാൻ പശു വളർത്താൻ തുടങ്ങിയിട്ട്. പക്ഷെ നമ്മൾ ഈ 4 വർഷമായിട്ടുള്ളൂ ഈ പ്രൊഡക്ഷൻ യൂണിറ്റ്, അതായത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നുള്ള ഇതിലേക്ക് വന്നിട്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന അതിനു മുന്നം വരെ നമുക്ക് ഉണ്ടായിരുന്ന ആ മനോഭാവം അല്ല ഇന്നുള്ളത്. അപ്പോൾ എത്രയോ വർഷം മുമ്പേ നമ്മൾ ഇതിലേക്ക് വരേണ്ടതായിരുന്നു. നല്ല ഉൽപ്പന്നങ്ങളും നല്ല വസ്തുക്കളും നമുക്കറിയാം, പുറത്തുനിന്ന് വരുന്നതൊന്നും കഴിക്കാൻ പറ്റുന്ന അല്ല പലതും. അപ്പോൾ നമുക്ക് നല്ലത് കൊടുക്കാൻ കഴിയും എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ ഞാനിപ്പോൾ പറയുന്ന കൂട്ടത്തിൽ മറ്റുള്ള കർഷകരും കൂടെ ഇതേപോലെയൊക്കെ വന്ന് ചെയ്യാൻ പറ്റിയാൽ നല്ല ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ വിൽക്കാനും പറ്റും. പശുക്കളെ വളർത്തുന്നതിൽ നിന്ന് ഒരുവിധം വരുമാനം ഉണ്ടാക്കിയെടുക്കാനും ആളുകൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം.